അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കുക, നാം മരണപ്പെട്ടു കഴിഞ്ഞാലും, അതായത് നമ്മുടെ മരണാനന്തര ജീവിതത്തിലും പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആറാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുവോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുകയാണ്. മനസ്സിലാക്കിക്കോ, കേട്ടോളിൻ. ഏതാണ് ആറാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുമോ? ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, വമുസ്ഹഫൻ വറസഹു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അനന്തരമായി നമുക്ക് ലഭിച്ച വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അത് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന, നമുക്ക് പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂല് പറയുകയാണ്, നാം മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആറാമത്തെ സൽക്കർമ്മമാണ് വമുസ്ഹഫൻ വറസഹു, നമുക്ക് അനന്തരമായി ലഭിച്ച വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഖുർആനെ അനന്തരമാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ചില ആളുകൾ ഇന്ന് പള്ളികളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഖുർആൻ ഉണ്ടെങ്കിൽ അത് പഴക്കം ചെല്ലുമ്പോൾ അതിൻ്റെ താളുകൾ ഇളകി പോകുമ്പോൾ അല്ലെങ്കിൽ ചിതലരിക്കുമ്പോൾ അത് മാറ്റിക്കളയുന്നവരുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല നാം അതിനെ ചെയ്യേണ്ടത്. അതിൻ്റെ ന്യൂനതകളെല്ലാം മാറ്റി അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിന് നാം ആക്കി അത് നമ്മുടെ ഭവനങ്ങളിലും അല്ലെങ്കിൽ മസ്ജിദുകളിലുമാണ് അത് വെക്കേണ്ടത്. അല്ലാതെ ചെറിയ ചെറിയ ന്യൂനതകൾ വരുമ്പോൾ അത് നേരെ കൊണ്ടുപോയി മാറ്റിക്കളയുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അത് കഴിവിൻ്റെ പരമാവധി അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അതുപോലത്തെ രീതിയിൽ അത് കഴിവിൻ്റെ പരമാവധി അത് നാം ഉപയോഗിക്കാൻ തന്നെ ശ്രമിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, ന്യൂനതകളാണ് സംഭവിച്ചതെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ന്യൂനതകൾ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഖുർആനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ മുൻഗാമികൾ എന്താണ് ഇത് തന്നിട്ട് പോയതിൻ്റെ അവരുടെ മനസ്സിൽ നിയത്ത് എന്താണ്? ഈ ഖുർആനെ ഹദിയ ചെയ്ത് ഈ ഇതിൻ്റെ പേരിൽ ഇത് ആരൊക്കെ ഓതുന്നവോ അതിൻ്റെ എല്ലാം പ്രതിഫലം എൻ്റെ ഖബറിലേക്ക് ലഭിക്കുമല്ലോ എന്ന അതിയായ ആഗ്രഹത്താലല്ലേ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ മുൻഗാമികളെ നമുക്ക് ആ ഖുർആൻ തന്നിട്ട് പോയത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ന്യൂനതകൾ സംഭവിക്കുമ്പോൾ അതിനെ മാറ്റിക്കളയുകയാണോ ചെയ്യേണ്ടതല്ല. അത് കഴിവിൻ്റെ പരമാവധി അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ ന്യൂനതകൾ മാറ്റിക്കളഞ്ഞുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി തീരെ മോശമായി പോയി, അക്ഷരങ്ങൾ പോലും അതിൻ്റെ ലഫ്ളുകൾ പോലും വായിക്കാൻ പറ്റാത്ത, ഖുർആൻ അല്ലാത്ത രീതിയിൽ അതിൻ്റെ അക്ഷരങ്ങളെല്ലാം മാറിപ്പോയി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അത് നമുക്ക് കളയാം. കാരണം മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അകത്ത് തന്നെ ഒരു ഹദീസുണ്ട്. അവസാന കാലമാകുമ്പോൾ എന്താണ്? വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ഹർഫുകളെല്ലാം ഒരു പഞ്ഞി പറന്നു പോകുന്ന പോലെ പ്രപഞ്ചത്തിലൂടെ അലിഞ്ഞതെല്ലാം പോകുമെന്ന്. പിന്നീട് ഖുർആൻ തുറന്നു നോക്കുമ്പോൾ എന്താണ്? ഹർഫുകളൊന്നും കാണൂല, വെറും വെള്ള പേപ്പറുകൾ മാത്രം. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പൊ എന്താണ്? പിന്നെ അതിന് ഖുർആൻ എന്ന് പറയുന്ന ഒരു മൂല്യമില്ലല്ലോ. അപ്പൊ നമുക്കത് അല്ലാത്ത രീതിയിലൊക്കെ കളയാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത്. അത് കഴിവിൻ്റെ പരമാവധി ചെറുതായിട്ടും ചെതലരിച്ചോ അതിൻ്റെ ന്യൂനതകൾ മാറ്റിയത് നമുക്കത് എത്ര ഭാഗങ്ങൾ അത് വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ പൂർത്തിയാക്കി അത് നല്ല രീതിയിൽ നമ്മൾക്ക് അതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന സംവിധാനത്തിലൂടെ നമ്മൾ ശരിയാക്കി അത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ ചെറിയ ന്യൂനതകൾ പറ്റിയതിൻ്റെ പേര് അതിനെ നമ്മൾ മാറ്റിക്കളയുകയല്ല ചെയ്യേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് വളരെ ഗൗരവത്തോടെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നാം നമ്മുടെ സമ്പാദ്യം കൊണ്ട് വിശുദ്ധമായ ഖുർആൻ വാങ്ങി നമ്മുടെ പള്ളികൾക്ക് വഖഫ് ചെയ്യുക, ഹദിയകൾ ചെയ്യുക.
നമ്മുടെ മരണശേഷവും നാം വാങ്ങിക്കൊടുത്ത ഖുർആൻ അത് ഏതൊക്കെ വിശ്വാസികൾ ഓതുന്നവോ അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്, ഒരു ഹിഫ്ള് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നീ വാങ്ങിക്കൊടുക്ക്. ആ ഖുർആൻ പഠിച്ച് അവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അവനിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കുന്നു, അതിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കുന്നു. അങ്ങനെ ഇൽമുകളുടെ പരിശുദ്ധമായ ദീനിന്റെ ജീവനായ ഇൽമ് അതിങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലം ആർക്കാണ് പ്രിയപ്പെട്ടവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഖുർആൻ വാങ്ങിക്കൊടുത്ത മനുഷ്യനല്ലേ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിന്റെ ഖബറിൽ ചെന്നാലും എന്താണ്, നിനക്ക് പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാം വിശുദ്ധമായ ഖുർആൻ വാങ്ങി ധാരാളമായി ഹദിയ ചെയ്യുക. കാരണം അത് നമ്മുടെ മരണാനന്തര ജീവിതത്തിലും പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.